സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 11 വേർഡ്സ് 8. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. So the Lord scattered them abroad from thence upon the face of all the earth, and they left off build the city. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ്. ലൈക്ക് എ പ്രൗഡ് പേരൻറ്, ഗോഡ് എസ്പെഷ്യലി എൻജോയ്സ് watching you use the talents and abilities He has given you. God intentionally gifted us differently for His enjoyment. He has made some to be athletic and some to be analytical. You may be gifted at mechanics or mathematics or music or 1,000 other skills. All these abilities can bring a smile to God's face. The Bible says He has shaped each person in turn. Now He watches everything we do. You don't bring glory or pleasure to God by hiding your abilities or by trying to be someone else. You only bring Him enjoyment by being you. Anytime you reject and part of yourself, you are rejecting God's wisdom and sovereignty in creating you. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. തേർഡ് സെഷൻ പ്രൊവർബ് അഥവാ സദൃശം. Proverbs chapter 10 verse 14. സദൃശവാക്യങ്ങൾ 10:14. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. Wise man lay up knowledge, but the mouth of the foolish is near destruction. ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ചാപ്റ്റർ അല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷമാണ്. മാത്യു ചാപ്റ്റർ 3 വേർഡ്സ് 15. മത്തായി 3:15. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. And Jesus answering said unto him, Suffer it to be so now, for thus it become us to fulfill all righteousness. Then he suffered him. നമുക്ക് ഫിഫ്ത്ത് സെഷൻ ഫോർ ചിൽഡ്രൻ. ഇടയില്ലാത്ത ആടുകൾ. യെഹെസ്കേൽ 34:11 മുതൽ 15 വരെ ഉള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഇടയില്ലാത്ത ആടുകളെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ നമുക്കിപ്പോൾ ഇത് ചിന്തിക്കാം. ആടുകളെപ്പോലെ ചിതറിയിരിക്കുന്നത് യെഹെസ്കേൽ കണ്ടു. അവരുടെ ഭരണകർത്താക്കൾ കള്ളയിടയന്മാരാണെന്നും അവർ കണ്ടു. ആടിനെ പരിപാലിക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേലിയർക്ക് അറിയാമായിരുന്നു. കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുകയും ആട്ടിൻകൂട്ടത്തെ ചിതറിക്കുകയും ചെയ്യുമ്പോൾ നിർഭയനായ ഒരു ഇടയനെ ആടുകൾക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് യെഹെസ്കേൽ ഈ സന്ദേശം ദൈവത്തിൽ നിന്നും ജനത്തിന് നൽകി. മഹാദേവമായ ഞാൻ ഇസ്രായേൽ ജനത്തിന് ഇടയനെ പോലെ ആകുന്നു. അപകടത്തിൽ ഭയപ്പെട്ട ആടുകൾ ചിതറുമ്പോൾ ഇടയൻ അവയെ ഒരുമിച്ച് ചേർക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തെ കരുതുന്നത്. അവരുടെ ശത്രുക്കൾ അവരെ പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി, എന്നാൽ ഞാൻ അവരെ മാതൃരാജ്യത്തേക്ക് കൂട്ടിച്ചേർക്കും. അവർ പർവ്വതങ്ങളിലും താഴ്വരകളിലും നീരൊഴുക്കുകളിലും സന്തോഷിക്കുകയും ഫലങ്ങൾ വിളയിക്കുകയും ചെയ്യും. വാക്കുമാറാത്ത മഹാദേവുമാകുന്നു ഞാൻ. ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര. യെഹെസ്കേൽ 37:1 മുതൽ 14 വരെ. ദൈവം കാണിച്ച മറ്റൊരു ദർശനത്തെക്കുറിച്ച് ഇവിടെ യെഹെസ്കേൽ സംസാരിക്കുന്നു. ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ ആത്മാവ് എന്നെ താഴ്വരയിലേക്ക് എടുത്തുകൊണ്ടുപോയി ചുറ്റുപാടും കാണിച്ചു. അവിടെ നിലത്ത് എല്ലായിടത്തും ഉണങ്ങിയ അസ്ഥികൾ ഉണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിച്ചു,
മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? മഹാദൈവമേ, അത് അവിടുന്ന് മാത്രം അറിയുന്നു എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഉണങ്ങിയ അസ്ഥികളോട് എൻ്റെ വചനം സംസാരിക്കുക, അവ കേൾക്കട്ടെ. ഞാൻ നിങ്ങൾ ജീവശ്വാസം വീണ്ടും ഊതും, ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണ ശരീരം നൽകി ജീവിപ്പിക്കും. അങ്ങനെ ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിയും എന്ന് മഹാദൈവമായ ഞാൻ പറയുന്നു എന്ന് അവയോട് പറയുക. അങ്ങനെ ഞാൻ ഈ ദൈവവചനം സംസാരിച്ചു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥികൾ തമ്മിൽ യോജിക്കുന്ന ശബ്ദം കേട്ടു. അവ പല ശരീരങ്ങളായി മാറി, എന്നാൽ ശരീരത്തിൽ ജീവശ്വാസമില്ലായിരുന്നു. അതിനുശേഷം ദൈവം എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, കാറ്റിനോട് സംസാരിക്കുക. എല്ലായിടത്തു നിന്നും കാറ്റടിച്ച് ഈ ശരീരങ്ങൾ ജീവിക്കണമെന്ന് മഹാദൈവമായ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ കാറ്റിനോട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. വായു ശരീരങ്ങൾ പ്രവേശിച്ചു. അവൻ ജീവനോടെ എഴുന്നേറ്റ് വലിയ കൂട്ടമായി നിന്നു. ദൈവം എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, തങ്ങൾ അസ്ഥികളെപ്പോലെ ഉണങ്ങിയെന്ന് ഇസ്രായേൽ ജനം ചിന്തിക്കുന്നു. അത് അവർ അന്യദേശത്ത് ആയതുകൊണ്ടാണ്. തങ്ങൾ ഒരിക്കലും മടങ്ങി വരില്ല എന്നവർ പറയുന്നു. എന്നാൽ ഞാൻ അവരെ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. അവർ സ്വന്തം ദേശത്ത് താമസിക്കുമ്പോൾ ഞാനാണ് ദൈവമെന്ന് അവർ അറിയും. ഇത് എൻ്റെ വാഗ്ദത്തമാകുന്നു. ഇത് തീർച്ചയായും സംഭവിക്കുന്നു. കണ്ടന്റും കൂടെ നോക്കാം. കണ്ടന്റ് ഫസ്റ്റ് സെഷനിലെ കണ്ടന്റാണ് ഉൽപ്പത്തി. യഹോവ പട്ടണം പണിതവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് ചിഹ്ന ഭിന്നമായി പോയി കഴിഞ്ഞാൽ പട്ടണം പണിയുന്നത് വിട്ടുകളയുവാനിടയായി. സോ ദ ലോർഡ് scattered them abroad from thence upon the face of all the earth, and they left off build the city. സെക്കൻഡ് സെഷൻ റിക്വയർമെൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് ഒരു മെയിൻ പോയിന്റ് മാത്രം എടുത്തിവിടെ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളടക്കം: യു മേ ബി ഗിഫ്റ്റഡ് അറ്റ് mechanics or mathematics or music or 1,000 other skills. All these abilities can bring a smile to God's face. Third session Proverbs. ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഫോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. മറ്റൊരു ജ്ഞാനികളായിട്ടുള്ള പരിജ്ഞാനം അടക്കി വെക്കുന്നവരാണ്. പോഷനായവൻ്റെ വായോ അടുത്തിരിക്കുന്ന നാശം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫോർത്ത് സെഷൻ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മുടെ വൈസ് മാൻ ലെയർ നോളജ് ബട്ട് ദ മൗത്ത് ഓഫ് ദ ഫൂളിഷ് ഈസ് നിയർ ഡിസ്ട്രക്ഷൻ. ഇനി നമുക്ക് അതിൻ്റെ ഫോർത്ത് സെഷൻ നോക്കാം. മത്തായി അല്ലെങ്കിൽ മാത്യു ചാപ്റ്റർ. യേശു യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവനെ സമ്മതിച്ചു. ആൻഡ് ജീസസ് ആൻസറിങ് said unto him, suffer it to be so, no, for thus it become us to fulfill all righteousness that he suffered him. അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.